ഞങ്ങൾ മിനയിലാണ്. വലതു ഭാഗത്തും ഇടതു ഭാഗത്തൊക്കെ ടെന്റുകൾ അങ്ങനെ കാണും. ഇത് ഹാജിമാർക്ക് താമസിക്കാൻ വേണ്ടി കെട്ടിയ ടെന്റുകളാണ്. കണ്ടോ? പോലെ കാണുന്നു പറഞ്ഞില്ലേ? ഇവിടെ അല്ല, രാപ്പാർക്കല്ല, ഇവിടെ മിനയിൽ തങ്ങുക, താമസിക്കുക. അതുപോലെ നമ്മൾ ആൽപ്പീസിനും ഇങ്ങോട്ട് വരില്ല ചെയ്യാനേ. ആ സമയത്ത് അല്ല, അതല്ല, ഇവിടെ ഏയ്സ് ഉണ്ടാവും. അതന്നെ ഏയ്സ് ഇവിടെ താമസിക്കും. ഒന്നുമല്ല, ആയിട്ടില്ല. ശരിക്കും ഇങ്ങോട്ട് വന്നാ പിന്നെ ഓരോ രാജ്യക്കാർക്കും ഓരോ കൗണ്ട് കൊടുക്കും. നമ്മൾ പോണത് റെയിൽവേന്റെ ചുവട്ടിൽ കൂടിയാണ്. റെയിൽവേയാണ് മുകളില്. ഇത് ഹജ്ജിന്റെ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ നമ്മളവിടെ ചരിത്രം നിർത്തി, ഓർമ്മ ഉണ്ടോ? എവിടെ നിർത്തി? ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ബാല്യം. ആ സമയത്താണ് ഇബ്രാഹിം നബി തുടർച്ചയായി 3 ദിവസം സ്വപ്നം കാണുന്നത്. മിനയിലൂടെയാണ് കേട്ടോ പോണേ. അല്ലാഹു തആല ഇവിടെ വരാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ അമൽ ചെയ്ത ഭൂമിയാണ്. വരാനുള്ള ഭാഗ്യം അല്ലാഹു തആല നൽകട്ടെ. എല്ലാവരും അതിനു വേണ്ടി ഒരുങ്ങാൻ ആഗ്രഹിച്ച അല്ലാഹു തആല തരും. ഒരുങ്ങി ഹജ്ജൊക്കെ നടക്കും. ആ വിളി നമ്മൾ കേട്ടിക്കണമെങ്കിൽ നമ്മളെത്തും. നല്ലോണം തോരക്കന്നെ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ബാല്യകാലം തുടർച്ചയായി സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം സ്വപ്നം കാണാണ്. നബിമാരുടെ സ്വപ്നം വഹിയാണല്ലോ. നബിമാരുടെ സ്വപ്നം എന്താണ്? വഹിയാണ്. അപ്പൊ വഹി അറിയിച്ചു കൊടുക്കാണ് തുടർച്ചയായിട്ട് 3 ദിവസം. എന്നോട് പറഞ്ഞ കരാർ എന്ന് മറന്നു ഇബ്രാഹിം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വളരെ സങ്കടത്തോടെ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞ കരാറാണല്ലോ എന്ന് ആ ഇടത് ഭാഗത്ത് ചെറിയൊരു മിനാരം പോലെ കാണുന്നുണ്ടോ? ഒരു സ്തൂപം കണ്ടോ? ശരിക്കും നോക്കിക്കാണി ആ സ്ഥലത്താണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അറവ് നടത്താൻ വേണ്ടി കൊടുക്കുന്ന സ്ഥലമാണത്. പഴയ കാലത്തൊക്കെ ചില ആളുകളൊക്കെ ചരിത്രം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. കഴുത്തില് കത്തി വെച്ചു, എന്നിട്ട് മുറിയണില്ല, ഇപ്പുറത്തെ പാറമേ കത്തി വെച്ചപ്പോ 2 കഷ്ണായിന്ന്. അത് ചരിത്രത്തിന്റെ ഒരു പഞ്ചിന് വേണ്ടി വിടലുകളാണൊക്കെ. അങ്ങനൊന്നും ചരിത്രമില്ല. കഴുത്തിൽ കത്തി വെക്കാൻ നേരത്ത് തന്നെ ജിബ്രീൽ ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, അങ്ങ് വിജയിച്ചിട്ടുണ്ട്, അങ്ങയുടെ പരീക്ഷണത്തിൽ അങ്ങ് വിജയിച്ചു, ഇനി ഇതിന് അർത്ഥോളി എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ആടിനെ കൊടുക്കുക ചെയ്തു. അപ്പൊ ആ സ്ഥലം അതാണ്. ഇവിടുത്തെ സൽമാൻ രാജാവിന്റെ കൊട്ടാരാണ് ആ മേലെ കാണുന്നത്. സൽമാൻ രാജാവ് പെരുന്നാൾ ദിവസം ഇവിടെ വന്നാണ്ട് മൊത്തം ഇങ്ങനെ നോക്കും. മിനയും മുസ്ദലിഫൊക്കെ അങ്ങനെ നോക്കണ സ്ഥലമാണ് ആ കൊട്ടാരം. സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥലം എന്നല്ല, അവർക്ക് പല ഭാഗത്തും പല കൊട്ടാരങ്ങളും ഉണ്ടാവും. അതിൽപ്പെട്ടൊരു താമസ സ്ഥലമാണിത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സങ്കടത്തോട് തീരുമാനമെടുത്തു. ഏതായാലും റബ്ബിന് കൊടുത്ത വാക്കാണല്ലോ, പാലിക്കാമെന്ന് കരുതി മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോട് വിവരം പറയുകയും റബ്ബിന്റെ തീരുമാനമില്ല, റബ്ബിന്റെ കൽപ്പനയില്ല, അങ്ങ് ചെയ്തോളി എന്ന് മകൻ സമ്മതം കൊടുക്കുകയും ഹാജറ ബീവിയോട് പറയാതെ മകനെയും കൂട്ടി ഇങ്ങനെ ഈ ഭാഗത്തേക്ക് വരികയും ആ സമയത്ത് പിശാച് ആദ്യം വന്ന് بعدين شيطان أول مسجد الأول شيطان هم جنب أنا فوق كوبري فوق أنت شوف
മറ്റേ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എഴുതിയുണ്ടോ മസ്ജിദുൽ മഷ്അറുൽ ഹറാം ബി മുസ്ദലിഫ. മുസ്ദലിഫയിലെ മഷ്അറുൽ ഹറാം പള്ളി.